അമേരിക്കയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാവുന്ന ഏറ്റവും വലിയൊരു കമ്പനി ഓപ്പണിങ്ങിൻ്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ആരോപണം ആനന്ദിനെതിരെ ഉണ്ടായതും അറസ്റ്റ് ചെയ്യപ്പെട്ടതും. നേരത്തെ പറഞ്ഞ പോലെ ആനന്ദിനെ തകർക്കാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ലോബി കോടതിയെ, ജൂറിയെ സ്വാധീനിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ജൂറി സ്വാധീനിച്ചോ ആരെ സ്വാധീനിച്ചോ നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, നമുക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷെ നമ്മൾ പറയില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയും. പക്ഷെ നമുക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണ്ടേ? അവിടെയൊക്കെ ചോദിക്കണമെങ്കിൽ അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള നമ്മളുടെ ലീഡേഴ്സോ അല്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സോ അവരുടെ ചുമതലയാണ് ചോദിക്കാൻ. അപ്പോൾ എല്ലാം സബ് ജുഡീഷ്യലാണ്, അത് വേറൊരു രാജ്യത്തുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല എൻ്റെ ശരി. ആ സമയത്ത് സഹായിക്കാൻ ഇന്ത്യക്കാരായിട്ട് ആരും ഒപ്പം ഉണ്ടായിരുന്നില്ലേ? അത്രേ ഉള്ളൂ. കുറച്ച് പഞ്ചാബീസും ഗുജറാത്തീസും ഒക്കെ ആദ്യം വന്നിരുന്നു. അവർ നമ്മുടെ കൂടെ കോടതി വരാനും ജയിലിൽ വരാനും കോർട്ടിൽ ഇതൊക്കെ വരുന്നു. അതൊക്കെ സമയത്ത് കുറേ പഞ്ചാബികളും ഗുജറാത്തീസൊക്കെ വന്ന് അവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഫണ്ട് റേസറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കാശ് എവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആരോടത്തും ചോദിക്കാതെ തന്നെ നമുക്ക്, പിന്നെ നമ്മൾക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. എല്ലാ തെളിവും നമുക്ക് അനുകൂലമുള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ കേസ് തോക്കില്ല എന്നുള്ളത് അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നപ്പം ഒരു എന്താ പറയണ, വലിയൊരു ബോംബ് കൊണ്ടിട്ട പോലെ നമുക്കൊരു ഫീലിംഗ്. പിന്നെ മോനെ അവർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ, നമ്മളെന്താ ചെയ്യണം? മോൻ എൻ്റെ അടുത്ത് പറയാം, അമ്മ ഡിപ്രഷൻ ഇസ് എ ലക്ഷറി വിച്ച് വി കാൻറ്റ് അഫോർഡ്. അതുകൊണ്ട് അമ്മ കരഞ്ഞും പിടിച്ചിരിക്കുന്ന ഒരു അമ്മേനെ എനിക്ക് പറ്റില്ല. എൻ്റെ അമ്മ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരിക്കണം, അതാണ് എനിക്ക് വേണ്ട അമ്മ. എനിക്ക് അമ്മ ആരുടെ മുമ്പിലും കരയും ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. കാരണം അമ്മയും ചേച്ചിയാണ് ആൾക്കാർ കാണുന്നത്, എന്നെ കാണുന്നില്ല. അപ്പം എൻ്റെ മുഖം നിങ്ങളിൽ കൂടിയാണ് കാണുന്നത്. സോ അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം, യു ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത്, യു ഷുഡ് ലുക്ക് ഗുഡ്. ഇതെല്ലാം വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അമ്മയെന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടുള്ള എൻ്റെ വേദനയൊക്കെ എനിക്ക് മറക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പോട്ട് പോകണമല്ലോ, അതിന് ഐ ഹാവ് ടു ബി സ്ട്രോങ്. അത് മെൻ്റലി ഫിസിക്കലി എല്ലാ വിധത്തിലും ഐ ഹാവ് ടു ബി. സോ അവിടുത്തെ നിയമം ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ? അതും ഞാൻ പറയാം. ഞങ്ങൾക്ക് രണ്ടാമത് ജാമ്യത്തിന് ഞാൻ പോയപ്പം അവർ $5 million പറഞ്ഞു. പിന്നെ ആർഗ്യൂ ചെയ്ത് അത് $2 million ആയി. എനിക്ക് $2 million ഉണ്ടാക്കാൻ യാതൊരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ പലരിടത്തും പോയി. $2 million എന്ന് പറഞ്ഞാൽ 10 കോടിയായില്ലേ. ഞാൻ എവിടുന്ന് പോയി ഉണ്ടാക്കും? ഞാൻ ആ ഒരു ലിറ്റിൽ ടൈം ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരങ്ങ് നമ്മുടെ കൗണ്ട്സ് അങ്ങ് കൂട്ടും. അതിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഇവിടെ തൊട്ട് അതൊരു കൗണ്ട്, ഇവിടെ തൊട്ട് അത് വേറൊരു കൗണ്ട്, ഇവിടെ തൊട്ട് അത് വേറൊരു കൗണ്ട്, ഇങ്ങനെ കൗണ്ട്സ് അങ്ങ് കൂട്ടും. അപ്പോൾ ഓരോ കൗണ്ട് കൂടുമ്പോഴും നമ്മുടെ ജാമ്യത്തിൻ്റെ തുകയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ ഇവർ എന്നിട്ട് ഇങ്ങനെ കൂട്ടി 99 കൗണ്ട്സ് ആക്കി ഇത്രയും ഇതിനു വേണ്ടി. എന്നിട്ട് ട്രയൽ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇത് 3/4 അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ എന്തായാലും ആള് കേസ് തുടങ്ങുകയല്ലേ, അപ്പോൾ പിന്നെ അവന് ജാമ്യം എടുക്കത്തില്ല, കേസ് തുടങ്ങാൻ പോവുക. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ വിവേചനപരമായിട്ട് പെരുമാറുന്ന ജുഡീഷ്യറിയോട് ഇനിയൊരു ജാമ്യം കിട്ടാൻ അവസരമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല. തെളിവുകൾ ഇപ്പോൾ അനുകൂലമായിട്ടും 55 വർഷത്തോളം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതുകൊണ്ട് ചോദിച്ചു പോയതാണ്. എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച്, കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു എന്താ പറയണ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരായിട്ടൊന്നും ചെയ്യണമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല, ചെയ്യണം എന്ന് ആഗ്രഹവുമില്ല. എനിക്ക് തോന്നില്ല ഞങ്ങളത് ചെയ്യും എന്നുള്ളത്. കാരണം മെയിൻലി ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. അങ്ങനെ ചെയ്യണം എന്നല്ല, ചോദിച്ചു പോയതാണ്. മനസ്സിലായി. ഇപ്പം ഞാനും വിചാരിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു റോളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അമെൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ലോയോ ഉണ്ടാക്കണം. കാരണം ഏത് ഇന്ത്യൻ സിറ്റിസൺ വേറൊരു രാജ്യത്താണെങ്കിലും അവൻ്റെ ആ പീരീഡ് അത് ഗവൺമെൻറ് അങ്ങനെ ഒരു ഫണ്ടെങ്കിലും ഉണ്ടാക്കണം, അല്ല അതിനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അവിടെ കടമയാണ്. ഒരാൾ പറഞ്ഞതുകൊണ്ട് എത്രയോ സംഭവങ്ങളുണ്ട്. ഒരാളെ ശിക്ഷിച്ചു, അത് കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടൊക്കെ അത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന എന്തോരം കഥകളുണ്ട്. പക്ഷെ അത് ആസ് ലോങ് ആസ് നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ എനിക്ക് പോയി കാണാം. ഇപ്പം എനിക്ക് എൻ്റെ മോന് നമ്മുടെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പം ഞാൻ തിഹാറിൽ ഞാനും സഞ്ജനയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
അവിടെ എന്ന് പറഞ്ഞാൽ ഇൻമേറ്റ്സിനൊക്കെ വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തുടിച്ചിട്ടുണ്ട്, അയ്യോ എൻ്റെ കുഞ്ഞിന് എനിക്ക് ഒരു നേരം പോലും ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അവരെ കൊടുക്കുന്ന എന്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവന് നമ്മുടെ ചോറും നമ്മുടെ കറികളും അതൊക്കെയാണ് അവന് ഇഷ്ടം. അവിടെ വളർന്ന കൂടെ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ അതും കൈവച്ച് കഴിക്കാനും ഇതൊക്കെയാണ് ആ കുട്ടിക്ക് ഇഷ്ടം. അതും എനിക്ക് ആനന്ദിനെക്കുറിച്ച് വലിയ മതിപ്പുള്ള കാര്യം മലയാളത്തിലെ സംസാരിക്കും. ഇത്രയൊക്കെ അവിടെ പോയിട്ട് വലിയ ഫാഷൻ ഇൻഡസ്ട്രിയിലായിട്ടും അത് അപ്പോഴും മലയാളത്തിൽ സംസാരിക്കും. ഏത് ആൾക്കാരെ കണ്ടാലും ചോദിക്കും മലയാളം അറിയാമോ എന്നുവെച്ചാൽ അവന് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അപ്പം ഒരു ഇന്ത്യൻ കൾച്ചറിനെ തന്നെ ഹി വാസ് എ കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് ശശി ത്രിപാഠി നമ്മുടെ കോൺസുൽ ജനറൽ തന്നെ അവനെ പറഞ്ഞിരുന്നത്. ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യണം, ഒരു എന്താ പറയുന്ന ഒരു ക്രോസ് ഒരു ഇത് ഉണ്ടാക്കണം എന്നുള്ള അവൻ്റെ ഒരു ഫ്യൂഷനായിരുന്നു, സ്റ്റൈല് തന്നെ ഒരു ഫ്യൂഷനായിരുന്നു. മേ ബി ഒരു ക്രോസ് ഒരു കോളനൈസേഷൻ തന്നെ വന്നേനെ. ഇന്ത്യയെ അത്രയ്ക്കും കൊണ്ടുപോയി ഒരു പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാക്കി ആനന്ദിനെ രക്ഷപ്പെടുത്താൻ ശ്രമമൊന്നും നടത്തിയില്ലേ? അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴും ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. എല്ലാവരോടും അത് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും ഇല്ല ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇല്ല, നമുക്കൊരു എക്സ്ചേഞ്ച് ഓഫ് പ്രിസണർ അതില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഫൈറ്റ് ചെയ്യാം, കേസാണോ ഞാൻ ഫൈറ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സപ്പോർട്ടുണ്ട്, എനിക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ഏലിയൻ കൺട്രിയിൽ ഞാൻ പോയിട്ട് നിന്ന് അത് ഫൈറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടിയുണ്ട്, ഒരു വെള്ളക്കുട്ടിയുണ്ട്, എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എപ്പോഴും നമ്മുടെ ആൾക്കാരെ അതുപോലെയല്ലേ അവരും ചെയ്യുന്നുള്ളൂ. അവിടെ ഞാൻ എത്ര വലിയ വക്കീലിനെ എടുത്താലും അവർക്ക് വി ആർ ജസ്റ്റ് എ ബ്രൗൺ സ്കിൻ ലൈക്ക് എൻ ഏലിയൻ, അത്രയേ ഉള്ളൂ നമ്മൾ അവർക്ക്. അപ്പോൾ അവരെങ്ങനെ നമുക്ക് വേണ്ടി വാദിക്കും? അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എങ്ങനെ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സംസ്കാരം കൂടിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. ദേ ഡോണ്ട് ഹാവ് ഇറ്റ്. ഇപ്പം നമ്മൾ ആര് വീട്ടിൽ വന്നാലും അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ നമ്മൾ വിടുന്നത്, അതൊക്കെ നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം. അവർക്ക് അതൊക്കെ ഒരു അൺഹേർഡ് ഓഫ് ദോസ് തിങ്സ് അവരാർക്കും ഒന്നും ഓഫർ ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയണേ, നമ്മുടെ അടുത്താണ് ഒരു അമേരിക്കൻ വന്നെങ്കിൽ അവർ ഇതിനു മുമ്പേ അവർ കൊണ്ടുപോയേനെ ഒരാളിനെ. നമുക്ക് എന്ത് ചോദിച്ചാലും നമ്മുടെ മന്ത്രിമാർ പറയുന്നു, ഓ അത് അമേരിക്ക അത് കോർട്ടിലല്ലേ, അതുകൊണ്ട് അത് അവിടെ നിന്ന് അങ്ങനെ. ശരി, കോർട്ടിൽ വേറൊന്നും വേണ്ട, ഈ പോലീസ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ദാറ്റ് ദേ ഹാവ് ടാമ്പേർഡ് വിത്ത് എവിഡൻസ്, ദേ ഹാവ് ഡിസ്ട്രോയിഡ് എവിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനൊന്ന് എടുത്ത് ചോദിക്കാൻ, നമുക്ക് ചോദിക്കാനും പറയാനും ആൾ വേണ്ടേ? ഇതുവരെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, ഇപ്പോൾ മന്ത്രിമാരെയോ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും? ഞാൻ ഐ ഹാവ് മെറ്റ് വിത്ത് അവർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ്. പ്രണാബ് മുഖർജി ഇരുന്നപ്പോഴും മീറ്റ് ചെയ്തിട്ടുണ്ട്, SM കൃഷ്ണനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയുടെ ചീഫ് മിസ് നായരെ മീറ്റ് ചെയ്തു. എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാതിരിക്കും, എന്നെക്കൊണ്ട് ചെയ്യാമെന്നൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അതിനും എനിക്ക് കാശ് വേണം. ഈവൻ ഇഫ് ഐ ഹാവ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഐ നീഡ് മണി, എവറിത്തിങ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വേദനയൊക്കെ നമുക്ക് മാറ്റി വെക്കാം, ഓക്കെ, എങ്ങനെ എവിടെയോ പൂട്ടി വെക്കണ പോലെ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് പുട്ടിങ് എവറിത്തിങ് ഇൻ എ കോഫിൻ. ഇറ്റ് ഹാസ് ഗോട്ട് ലൈഫ്. നമ്മൾ ജീവനോട് അതിനെയൊക്കെ ഒരു ശവപ്പെട്ടി എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു അമ്മയെന്ന് പറയുമ്പം നമുക്കൊരു എംബ്ലിക്കൽ കോഡിൻ്റെ ഒരു കണക്ഷൻ ഇല്ലേ? നമ്മൾ പറയും കുഞ്ഞിൻ്റെ നമ്മൾ പുക്കിൾ കൂടി വെട്ടുന്ന, പക്ഷെ അവൻ്റെ പെയിനൊക്കെ എൻ്റെ പെയിനും കൂടിയാണ്. എന്തൊക്കെ ഞാൻ വേഷം കെട്ടി നടന്നാലും, എന്തുകൊണ്ട് വേഷം കെട്ടി നടക്കുന്നു, എനിക്കായിട്ടൊരു ഓക്കെ ഐ എം ഫൈൻ, ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മീ എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാനുള്ള എന്നെ തന്നെ ഒരു കളിപ്പിക്കലാണത്. പക്ഷേ ഐ ഡു ഇറ്റ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചേ മതിയാവൂ, ഞാൻ ഫൈറ്റ് ചെയ്തേ മതിയാവൂ. ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. സോ ഐ ഡു ഇറ്റ്. ഇപ്പോൾ ആനന്ദിനെ മോചിപ്പിക്കണമെങ്കിൽ ഇനിയൊരു സാധ്യത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ മാത്രമാണ്. അതിന് എത്രത്തോളം ഒരു സാധ്യതയുണ്ട്? എന്തുകൊണ്ട് സാധിച്ചുകൂടാ നമുക്ക്? ഇവരാരും ദൈവമൊന്നും അല്ലല്ലോ. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോഴും പഠിച്ചിരുന്ന ഓരോ കഥകളിലും ഒരു ഗോലിയാത്തിനെ, ഒരു ചെറിയ ഡേവിഡിനെ, ഒരു ദാവീദിനെ തറപറ്റി വീഴ്ത്താം എന്നുള്ളത് അവൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. അവനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഹീസ് ഫൈറ്റിങ് ഞാനൊരു ജയൻറ്റിനെയാണെന്നല്ല വിചാരിക്കുന്നത്. ഞാനൊരു ആത്മവിശ്വാസമുള്ള ഒരാൾ, എൻ്റെ പക്കൽ ന്യായമുണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ ആനന്ദ് അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ആനന്ദ് പറയുന്നത് അമ്മ, വി ഡോണ്ട് ഹാവ് ടു ബി സ്കേർഡ്, ദിസ് ഈസ് എ വാർ, ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ ആരും ഇതൊന്നും നോക്കിയിട്ടല്ല, അവർക്ക്
ദേ ആർ ട്രൈ ടു ഷോ ദെയർ മൈറ്റ്. അവർ എന്നെ പിടിച്ചു വെച്ചിട്ടാണ് അമ്മയെ വേദനിപ്പിക്കുന്നത്. അല്ലാതെ അമ്മ വേദനിക്കില്ലല്ലോ, എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മ ഇന്ന് വേദനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നോക്കുക. ഞാൻ പബ്ലിക് അവയർനെസ്സിന് ഇപ്പം ഒരുത്തരും ഞാൻ സംസാരിച്ചിട്ട് ഒരാളെങ്കിലും കൺവിൻസ്ഡ് ആയിട്ട് ശശി ഐ എം ദാറ്റ് ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സക്സസ് ഫോർ മീ. അതെൻ്റെ ഒരു വിക്ടറിയാണ്, പിന്നെ ഒരു അച്ചീവ്മെൻ്റാണ്. ആനന്ദ് ഇസ് എ വെരി സ്ട്രോങ്, അത്രയും ആത്മവിശ്വാസമുള്ളൊരു ആണാണ് അവന്. അവനൊരു എന്താ പറയുന്നത്, ഹീസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനെ ഇപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്വാധീനം ചെലുത്തണമെങ്കിൽ തന്നെ ഒരു വഴി സോണിയാഗാന്ധി കൂടിയാണ്. ഇപ്പോൾ അവരൊരു സ്ത്രീയും അതുപോലെ ഇപ്പോൾ ഒരു അമ്മയും ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആനന്ദിൻ്റെ അമ്മയുടെ അവസ്ഥയും സത്യസന്ധതയൊക്കെ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അതിനൊന്ന് ശ്രമിക്കണം. അത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. പ്രോബബ്ലി ഇഫ് വി വേ ലൈക്ക് നോർത്തിൽ വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കേരളം ലൈക്ക് നമ്മൾ എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബുദ്ധിയുള്ള ആൾക്കാരാണ്, കഴിവുള്ള ആൾക്കാരാണ്. നമുക്കും ഉണ്ടല്ലോ. നമ്മൾ അനങ്ങിയ സെൻറ്റർ അനങ്ങുമല്ലോ. എന്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൂടാ? 17 പേര് മിഡിൽ ഈസ്റ്റിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ അവർ 2 പേരെ കൊന്നിട്ടാണ് പാകിസ്ഥാനികളെ. എന്നിട്ടും ഉള്ള പഞ്ചാബീസും ഹരിയാനക്കാരും കൂടെ പോയിട്ട് പാർലമെൻറ്റിൽ അയാളെ വെച്ചപ്പോൾ അവസാനം എന്തായി? ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ലോയറിനെ അയച്ചിട്ടാണല്ലോ ഫൈറ്റ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയത്. അതെങ്ങനെ സാധിച്ചു? അവർക്ക് വധശിക്ഷ കൊടുത്തേനെ. എൻ്റെ മോൻ ആരെയും കൊന്നിട്ടില്ലല്ലോ. ഹീസ് നോട്ട് എ ടെററിസ്റ്റ്, നത്തിങ്. ഒരു പെൺകുട്ടിക്ക് പോലും ഒരു സ്ക്രാച്ച് പോലും ഇല്ല, നോട്ട് ഈവൻ എ സ്ക്രാച്ച്. അവർക്ക് യാതൊരു തെളിവുമില്ല, ഒന്നുമില്ല. അതിൽ ഫോഴ്സ് ഇല്ല. ആർക്കെങ്കിലും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ശാരീരിക ബന്ധമുണ്ടാക്കി അത് തെറ്റാണെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അത് ഒരുത്തരം 2 പേരുടെ ഇഷ്ടം. അത് ദാറ്റ് ടു എ കൺട്രി ലൈക്ക് അമേരിക്ക. ഇതിന് യാതൊരു വാല്യൂ ഇല്ലാത്തൊരു, അത് ആരുടെയും മൊറാലിറ്റി പോയെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ചാരിത്രം പോയെന്നോ ഒന്നും പറയണ കൂട്ടരൊന്നും അല്ലല്ലോ ഇത് അഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് ഗേൾസ് ഓഫ് അമേരിക്ക. ശശി തരൂരിനെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു മലയാളിയും ഇപ്പോൾ US-ഉമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്ന ആളല്ലേ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, ചെയ്യണ്ടേ? അതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഒരു കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. അതില്ലാത്തവരടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ പറയും, ഇന്ത്യക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ഒരു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മാത്രമല്ല അതിൻ്റെ അകത്ത്, ഒരു ലോകമാന്യ തിലക് മാത്രമല്ല, ഒരു സർദാർ വല്ലഭായ് പട്ടേൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സുഭാഷ് ചന്ദ്രബോസ് മാത്രമല്ല. ഇതിൽ അൺഹേർഡ് ആയിട്ടുള്ള സോ മെനി പീപ്പിൾ ഹു ഹാവ് ഷെഡ് ദെയർ ബ്ലഡ് ഫോർ ദിസ്. നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ക്വിറ്റ് ഇന്ത്യ ഉണ്ടായി. അത് എങ്ങനെ? എന്തോരം പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. അപ്പം ഇതിന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ, നമ്മുടെ സെൻറ്റർ ഇത് അറിയണമെങ്കിൽ ഇവിടെ നമ്മളൊരു അജിറ്റേഷൻ ഉണ്ടാകണം. അത് ഞാൻ പിന്നെയും പറയുന്നു, ഇത് ആനന്ദിന് വേണ്ടി മാത്രമല്ല. എനിബഡി ഹു ഇസ് ഗോയിങ് ത്രൂ ഇതേപോലത്തെ, ഫോർ ഹൂം ജസ്റ്റിസ്, ന്യായം നിഷേധിക്കപ്പെട്ട ഓരോരുത്തർക്കും നമുക്ക് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വന്ന് എടുക്കുന്നു, എൻ്റെ വർത്താനം ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ദാസേട്ടൻ സംസാരിക്കുന്നു, ദാസേട്ടൻ ഇതുവരെ സംസാരിക്കില്ല. കാരണം ആൾക്കാർ പറയും അത് സ്വന്തം ഒരു നെവ്യൂ ആയതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം പക്ഷെ ഇന്നിപ്പോൾ പറയണപ്പോഴേ ഇല്ല, ഞാൻ കണ്ട് എനിക്ക് മടുത്തു. ഇതിൽ കൂടുതൽ എന്താ നമുക്കൊരു സത്യം? ആനന്ദ് ഒരു ലൈവ് ഡിക്റ്റേറ്റർ ടെസ്റ്റ്, അതായത് എന്താ പറയുന്നത്, നുണപരിശോധനയുടെ എടുത്ത് അവൻ പാസ്സായതല്ലേ. എനിക്ക് വേറൊരു പെണ്ണിൻ്റെ പേരിലാണ് അവന് ഈ 59 വർഷം ഒരു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമാധാനിച്ചിനെ അല്ല. ഒരേ ഒരു റേപ്പ് കിറ്റ്, ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, ഒരു ഫോറൻസിക് റിപ്പോർട്ട് വന്നത് നെഗറ്റീവാണ്. അതിൽ യാതൊരു ഫൈൻഡിങ്സും ഇല്ലെന്ന് തെളിവുകളോടുകൂടി. അത് ഞാനോ ആരും ചെയ്തതല്ല, അവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന കാലയളവ് 55 വർഷം തന്നെയാണ്. ഹി ഈസ് ബീൻ കൺവിക്റ്റഡ് ഫോർ 59 years to life. അതിലൊരു അറ്റംപ്റ്റഡ് കേസ്, അതായത് മോൻ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്താ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയണം ദാറ്റ് വാസ് എൻ അറ്റംപ്റ്റ് ഫോർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 7 years. പിന്നെ ഇങ്ങനെ തയ്യിൽ തൊട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു 9 years.
ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന വേദനയിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ സംസാരിക്കുന്നത്. ഏത് വഴി സ്വീകരിച്ചാൽ ആനന്ദിൻ്റെ കേസിൽ ഒരു പുരോഗതി ഉണ്ടാവും? ഒരു ഇപ്പം തന്നെ ഞാൻ പറയുന്നു മോന് ഇത് മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളത്, അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് വേണം. അവിടെ ഓരോ സ്ഥലത്തും കോൺസുലേറ്റ് ജനറൽസ് ഉണ്ട്. അവർ വേണം പോയി ജയിലുകാരോട് സംസാരിച്ച്, ഇല്ല ഞങ്ങളുടെ സിറ്റിസനാണ്, അവന് ഇത്രയും ഉള്ള ഇത് വേണം എന്ന് അവർ വാദിക്കുകയാണ് വേണ്ടത്. അവർ വാദിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ അവർ ഏതാണ്ട് നമ്മളെക്കാളും വലിയ മിടുക്കന്മാരോ അല്ലെങ്കിൽ ഉയർന്ന ആൾക്കാരോ നമുക്ക് മിണ്ടാൻ പേടി. എന്തിനാണ് നമ്മൾ പേടിക്കുന്നേ? അങ്ങനെയുള്ളവരേക്ക് എന്തിനാ അങ്ങോട്ട് അയക്കുന്നത്? നമുക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരന് വേണ്ടി വാദിക്കാൻ കഴിവില്ലാത്തവരോട് പോയി ഇരുന്നിട്ട് എന്ത് കാര്യം? അവർ ദാറ്റ് ഈസ് വാട്ട് ദേ ക്യാൻ ഡു. പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന് അവർക്ക് ചെയ്യാവുന്നത് അവരുടെ ഈക്വലായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം. ഒരു അംബാസിഡർ ഷുഡ് ടോക്ക് ടു അനദർ അംബാസിഡർ ആൻഡ് ടെൽ, ഈ കേസിൽ ഞങ്ങൾ കണ്ടുപിടിച്ചതനുസരിച്ച് ഇതാണ് അതിൻ്റെ വാസ്തവം. ശരി, നിങ്ങളുടെ ഒരു ആൾക്കാണ് ഇതേപോലെ റേപ്പ് കിറ്റ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ അയാളൊരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് അത് പാസ്സായി, അങ്ങനെയുള്ള കേസിൽ ഇതാണ് നമ്മൾ പറയും. ഒരു 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നാണ് നമ്മളുടെ ഇത്. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ചകത്ത് ഇട്ടിരിക്കുന്നു? ഏതെങ്കിലും പെണ്ണിന് എന്തെങ്കിലും ഒരു സ്ക്രാച്ചെങ്കിലും ഉണ്ടോ? ഇല്ല. അവൻ ആരെയും കൊന്നിട്ടുണ്ടോ? ഇല്ല. അവൻ ഒരു ടെററിസ്റ്റാണോ? അല്ല. ഇതൊന്നും അല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാർ വേണം പോകാൻ. അല്ലെങ്കിൽ അവനെ എക്സ്ട്രഡിക്റ്റ് ചെയ്യട്ടെ, അവനെ ഇങ്ങ് കൊണ്ടുവരട്ടെ. ഇവിടെ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യാം. പ്രിസണർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് പ്രിസണേഴ്സോ എന്തോ ആകട്ടെ, ലെറ്റ് ഹിം ബി ഇൻ ഹിസ് കൺട്രി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നിയമവും ആദ്യം തൊട്ടേ ഉണ്ടായതല്ല. ഓരോ നിയമങ്ങളും അതിൽ മാറ്റങ്ങൾ വന്നതും അത് ഓരോ സമയമായിട്ടാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ ടൈം ദേ ഹാവ് ടു ഡു ഇറ്റ്. പക്ഷേ അത് എൻ്റെ മാത്രം ശബ്ദം പോരാ. എനിക്ക് എൻ്റെ എല്ലാ മലയാളികളെന്ന് മാത്രം ഞാൻ പറയണില്ല, എൻ്റെ എല്ലാ ഇന്ത്യക്കാരുടെയും എനിക്ക് അതിനുള്ള സപ്പോർട്ട് വേണം. എനിക്കതുപോലെ ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് വേണം. അപ്പം അതിന് ഏതൊക്കെ വിധത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ പറഞ്ഞത്. ഈവൻ 1 rupee വിൽ ഹെൽപ്പ് മീ ടുഡേ. അത് നമ്മൾക്ക് അതിന് ഒരു ഈജിപ്റ്റ് പോലെ ഒരു കൺട്രിയിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ തുറന്ന ഒരിടത്തിൽ കൺട്രിയുടെ തന്നെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പറ്റിയപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യമില്ല, പറ്റുന്ന കാര്യങ്ങളാണത്. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എനിക്ക് ആനന്ദ്, when he comes out, I want him to be an ambassador for this. ഇനി ഒരാളും ഈ ഒരു കുറ്റം ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കാൻ പാടില്ല. ഞാൻ പറയും, ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറ്റമാണ്. ഒരു സ്ത്രീയെ അവരുടെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാണ്ട് ഒരു പെണ്ണും കൂടെ പോയി കിടന്നിട്ട് എൻജോയ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇല്ല ആ മൊമെൻറ്റ് ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, ഇല്ല അതുകൊണ്ട്. ശരി, അമേരിക്കയിൽ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതിലാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇത് വർഷങ്ങളോളം കൂടെയെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അവൻ്റെ കമ്പനിക്ക് ഇത്രയും കാശ് വരുമ്പോൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അവൻ്റെ കമ്പനിയിൽ വരുന്നത് കേൾക്കുമ്പോഴാണല്ലോ ഇത് മുഴുവൻ കൂടെ വന്നിരിക്കുന്നത്. അതുവരെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ എന്തോ ഒരു തീർച്ചയായിട്ടും അതൊരു കോൺസ്പിറസിയിൽ വന്നിരിക്കുന്ന, അല്ലാതെ ഇതാരും അവരെ പീഡിക്കപ്പെട്ടത് കൊണ്ട് പറയുന്നതല്ല. ഇത് കുറച്ചൊരു സാമാന്യം ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവൻ്റെ വളർച്ച അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ശത്രു വന്നത്. പക്ഷേ ആനന്ദ് ജോൺ വാസ് എ പേഴ്സൺ, ഇന്ത്യൻ ഹു മെയ്ഡ് ഇന്ത്യ പ്രൗഡ്. അപ്പോൾ എല്ലാവർക്കും അതിലൊരു എന്താ പറയുക, ഒരു പങ്കുണ്ട്. വി ഹാവ് ടു ബ്രിങ് ഹിം ബാക്ക് ഹിയർ. നമുക്കിപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ, അദ്ദേഹത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദിച്ചാൽ എത്ര പ്രാവശ്യം നമ്മുടെ രാജ്യം പട്ടിണി കിടക്കുവാണെങ്കിൽ, നമ്മുടെ സംസ്ഥാനം പട്ടിണി കിടക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ പോയിട്ട് ഞങ്ങൾക്ക് വേണം ഇതെന്ന് പറഞ്ഞിട്ട്? അല്ല, നിങ്ങളുടെ നാട്ടിൽ 10 പേര് സ്ത്രീപീഡനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുമോ? ഇല്ല. പക്ഷെ അത് ചോദിക്കേണ്ട പോലെ ചോദിക്കണം. അത് ഒരു പ്രാവശ്യം ചോദിച്ചാൽ കിട്ടില്ലായിരിക്കും. 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം ചോദിച്ചത് വാങ്ങിക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം നമ്മളെ ഭരിക്കുന്നവർ. അല്ലാതെ അവർക്ക് കാശുണ്ടാക്കാനോ അല്ലെ അവരുടെ ഇതിനു വേണ്ടി അല്ല. നമുക്ക് നല്ല ആൾക്കാർ പലരും ഉണ്ട്, മനസാക്ഷിയുള്ളവരുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ളവരുണ്ട്. അപ്പം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള കുറച്ച് പേര് മുമ്പോട്ട് വരിക, ഇതിനെ ടേക്കപ്പ് ചെയ്യുക. ഇപ്പോൾ ജെസിക്ക ലാലിൻ്റെ തന്നെ, അതും മാധ്യമമാണല്ലോ അതിനെ പിന്നെയും കൊണ്ടുവന്നത്. അപ്പം മീഡിയ ഈസ് വെരി വെരി പവർഫുൾ ഇതിൽ.
ആ പവർഫുൾ മീഡിയ അതിന് മുന്നോട്ട് വരണം. ഇത് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ എടുത്ത് പോയിട്ട് കാണിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇത് ഇറ്റ് ഷുഡ് ബി എൻ ഓൺ ഗോയിങ് തിങ്. ചോദിക്കുക, ഒരു മന്ത്രിയാണെങ്കിൽ അയാൾ ചോദിക്കും നിങ്ങൾ എന്തു ചെയ്തു, ശരി നിങ്ങൾ അവരുടെ നിന്നൊരു പേപ്പർ വാങ്ങി ചോദിച്ചു എന്താ അതിന് ആക്ഷൻ എടുത്തത്, ഞങ്ങൾക്കത് അറിയണം, അടുത്തെന്തോ ചെയ്യാൻ പോകുന്നത്. അതെ, അങ്ങനെ ചോദിക്കാൻ കഴിവുള്ള ആരെങ്കിലും വേണം.